RSSന്റെ 100ാം വാർഷികാഘോഷ പരിപാടിയിൽ പ്രധാനമന്ത്രി മുഖ്യാതിഥി. ദില്ലിയിലെ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിലാണ് ചടങ്ങുകൾ നടക്കുക. RSSന്റെ സംഭാവനകളെ അഭിനന്ദിച്ചുള്ള സ്റ്റാമ്പും പ്രത്യേക നാണയവും നരേന്ദ്രമോദി അവതരിപ്പിക്കും. PR സുനിൽ നമുക്കൊപ്പം ചേരുന്നു. PR സുനിൽ, ഗുഡ് മോർണിംഗ്. RSSന്റെ 100ാം വാർഷിക ആഘോഷമാണ്. അതിൽ RSSകാരനായ പ്രധാനമന്ത്രി മുഖ്യാതിഥിയായി എത്തുന്നു. എത്രത്തോളം വിപുലമാണ് ക്രമീകരണങ്ങൾ? സുജിയ, ഞാനിപ്പോൾ നിൽക്കുന്നത് ദില്ലിയിലെ അംബേദ്കർ ഇന്റർനാഷണൽ സെന്ററിന് മുന്നിലാണ്. ഇവിടെയാണ് RSSന്റെ 100ാം വാർഷികാഘോഷത്തിന്റെ ഭാഗമായുള്ള പരിപാടി നടക്കാൻ പോകുന്നത്. ഈ പരിപാടിയിലാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുക്കുന്നത്. ഇന്ന് RSSന്റെ 100 വർഷത്തെ സേവനങ്ങളെ സ്മരിച്ചുകൊണ്ട് ഇന്ന് ഒരു സ്റ്റാമ്പ് പ്രധാനമന്ത്രി ഇവിടെ പുറത്തിറക്കുന്നുണ്ട്. ഒപ്പം തന്നെ ഒരു നാണയം പുറത്തിറക്കുന്നുണ്ട്. അങ്ങനെ RSSന്റെ ഈ ഒരു 100 വർഷത്തെ ആഘോഷ പരിപാടികൾ നടക്കുമ്പോൾ അതിൽ പ്രധാനമന്ത്രി മുഖ്യ അതിഥിയായി പങ്കെടുക്കുകയാണ്. കഴിഞ്ഞ സ്വാതന്ത്ര്യദിന ആഘോഷത്തിൽ നമുക്കറിയാം RSSനെ പ്രകീർത്തിച്ചുകൊണ്ട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പ്രസ്താവന നടത്തിയിരുന്നു. അത് വലിയ ചർച്ചയായിരുന്നു. ഏതായാലും RSSന്റെ 100ാം വാർഷിക ആഘോഷം നടക്കുമ്പോൾ തീർച്ചയായും രാജ്യത്ത് ഭൂരിഭാഗം സംസ്ഥാനങ്ങളിലും അധികാരത്തിലുള്ള പാർട്ടിയായി BJP മാറിയിരിക്കുന്നു. അപ്പോൾ BJPക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യം ലഭിക്കുന്ന, BJP ഇന്ത്യയിലെ ഏറ്റവും വലിയ രാഷ്ട്രീയ പാർട്ടിയായി മാറിയിരിക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യം കൂടി ഇന്ത്യയിലുണ്ട്. ഏതായാലും RSSന്റെ ഒരു രൂപീകരണ കാലത്തൊക്കെ തന്നെ ഒരു തീവ്ര സംഘടനയായിരുന്നു RSS എങ്കിൽ പിന്നീട് അതിൽ ഒരുപാട് മാറ്റങ്ങൾ വന്നു. രാഷ്ട്രീയ സാഹചര്യങ്ങളിൽ മാറ്റങ്ങൾ വന്നു. 90കളിൽ RSS നടത്തിയിട്ടുള്ള രാമജന്മഭൂമി മുന്നേറ്റം വലിയ രാഷ്ട്രീയ മാറ്റമാണ് ഇന്ത്യയിലൊക്കെ തന്നെ ഉണ്ടാക്കിയത്. ബാബറി മസ്ജിദ് ആക്രമണത്തിന് ശേഷം ഇന്ത്യയിൽ ഒരു പുതിയ രാഷ്ട്രീയ അധ്യായം തന്നെ തുറക്കുന്ന ഒരു സാഹചര്യം തന്നെ ഉണ്ടായി. അങ്ങനെ ഈ ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ വലിയ സ്ഥാനം RSSന് കൈവന്നിരിക്കുന്ന ഒരു സ്ഥിതി കൂടിയാണ് ഇന്ന് രാജ്യം സാക്ഷിയാകുന്നത്. ഏതായാലും ഇന്ന് ഈ 100ാം വാർഷികം ആഘോഷിക്കുമ്പോൾ തീർച്ചയായും അതിന് വലിയ പ്രാധാന്യമുണ്ട്. ഏതായാലും ആ ഒരു പ്രാധാന്യം ഉൾക്കൊണ്ട് തന്നെയാണ് ഇപ്പോൾ ദില്ലിയിൽ ഈ പരിപാടി നടക്കുന്നത്. ഒക്ടോബർ 5-നാണ് RSSന്റെ 100ാം വാർഷികാഘോഷം നാഗ്പൂരിൽ നടക്കുന്നപ്പോൾ അതിനു മുന്നോടിയായി ഇപ്പോൾ ദില്ലിയിൽ ഒരു പരിപാടി സംഘടിപ്പിക്കുന്നു. ആ പരിപാടിയിൽ ഇപ്പോൾ RSSന്റെ 100 വർഷത്തെ സേവനം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഇപ്പോൾ ഒരു സ്റ്റാമ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് പുറത്തിറക്കാൻ പോവുകയാണ്. ഒപ്പം തന്നെ ഒരു നാണയവും പ്രധാനമന്ത്രി പുറത്തിറക്കുകയാണ്.